കോഴിക്കോട് കാരശ്ശേരി ബാങ്കിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി KPC അധ്യക്ഷൻ. കാരശ്ശേരി ബാങ്ക് ചെയർമാനും KPC അംഗവുമായ NK അബ്ദുറഹ്മാന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറയുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ ഡയറക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചു. കാരശ്ശേരി ബാങ്കിന്റെ ചെയർമാൻ KPCC മെമ്പർ NK അബ്ദുറഹ്മാനായിരുന്നു. അവിടുത്തെ ഡയറക്ടർമാർ അറിയാതെ ജീവനക്കാരുടെ വ്യാജ ID ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് 800-ലേറെ വോട്ടുകൾ CPM-കാരുടെ വോട്ട് ചാർത്തി. അബ്ദുറഹ്മാനും CPM-കാർക്ക് ബാങ്ക് വിറ്റു എന്നാണ് പ്രാദേശിക കോൺഗ്രസുകാർ ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട്. മാത്രവുമല്ല, അതിലേറ്റവും രസകരമായ സംഭവം, അതിൽ പ്രതിഷേധിച്ച് 9 ഡയറക്ടർമാർ അവിശ്വാസത്തിന് ഇന്നലെ രാവിലെ നോട്ടീസ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം ആ ബാങ്ക് പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നു. മിഥില ബാലമുരുകൻ വെച്ചിരുന്നു. മിഥില വലിയ ബാങ്കാണ്, കോടികൾ നിക്ഷേപമുള്ള ബാങ്കാണ്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച വരെ ഏതാണ്ട് 700 ചില്ലുവാനും അംഗങ്ങളാണെങ്കിൽ ശനിയാഴ്ച രാവിലെ ആയപ്പോഴേക്കും 1100-ലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാത്രി കുത്തിയിരുന്ന് അംഗങ്ങളെ ചേർത്തു ഭരണം പിടിക്കാനാണ്. അപ്പോൾ ഇതൊക്കെയും ഈ KPC അധ്യക്ഷനായ ഇയാളുടെ അബ്ദുറഹ്മാന്റെ പിന്തുണയോടെയാണ് എന്നാണോ DCCയുടെ ആരോപണം? മിഥില. തീർച്ചയായും അത്തരം ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി DCC പ്രസിഡന്റ് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം തന്നെയാണുള്ളത്. അതായത് കാരശ്ശേരി ബാങ്ക് ചെയർമാനും KPCC അംഗവുമായ NK അബ്ദുറഹ്മാൻ ഈ ബാങ്ക് CPM-ന് വിട്ടു. ഒറ്റ രാത്രി കൊണ്ട് 800 പുതിയ A ക്ലാസ് മെമ്പർഷിപ്പ് ചേർത്തി എന്നതാണ് പരാതിയും നേരത്തെ വരുന്ന ആരോപണവും. ഇതിനെ തുടർന്ന് ഇന്നലെ ഈ ബാങ്കിന് മുന്നിൽ, അതായത് UDF ഭരിക്കുന്ന ബാങ്കാണ്, ആ UDF ഭരിക്കുന്ന ബാങ്കിന് മുന്നിൽ ഇന്നലെ UDF തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ഇത് ചർച്ചയാവുകയും അങ്ങനെയാണ് KPCC അധ്യക്ഷൻ DCC പ്രസിഡന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഈ റിപ്പോർട്ട് കൈമാറും. എന്തിനായാലും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക ഈ KPCC അംഗം, അതായത് കാരശ്ശേരി ബാങ്ക് ചെയർമാനും KPCC അംഗവുമായ NK അബ്ദുറഹ്മാനെതിരെ നടപടി ശുപാർശ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം DCC പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഈ KPCC അംഗം ആണ് ഇത്തരത്തിൽ ബാങ്ക് CPM-ന് വിട്ടത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായ ഒരു തെറ്റ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല 2 തവണ ഇത്തരത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ഒരു ആൾ കൂടിയാണ് ഈ KPCC അംഗം. ആഷ്മി. ഓക്കെ, മിഥിലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒറ്റ രാത്രി കൊണ്ട് ഈ ജീവനക്കാരുടെ വ്യാജ പാസ്വേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അംഗങ്ങളെ ചേർത്ത് ഭരണം പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് ഈ KPC അധ്യക്ഷനായ ബാങ്ക് ചെയർമാൻ ഒത്താശ ചെയ്തു എന്നുള്ളതാണ് DCCയുടെ സംശയം. അതിലാണ് ഈ പറയുന്ന നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.